ഇനിയാണ് യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുവാൻ പ്രവേശനം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു കള്ളുകുടി നിർത്തിയാൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. പക്ഷേ കുടി നിർത്തിയതോടെ എല്ലാ പ്രശ്നവും അവസാനിച്ചു എന്ന് കരുതണ്ടെന്നാണ് പറയുന്നത്. കുടിയുടെ അവസാനത്തിൻ്റെ ആരംഭമാണ്. കുടിയനായ ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നതിൻ്റെ ആരംഭം കൂടിയാണെന്നുള്ള പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? കുടി നിർത്തിയാൽ എൻ്റെ കുടുംബം എന്നെ സ്നേഹിക്കും, സാംസ്കാരിക പ്രവർത്തകനാണ്, എന്നെ ജനം അംഗീകരിക്കും, അഭിമാനം വിട്ടുള്ള കളിക്കൊന്നും ഞാനില്ല എന്ന് പറഞ്ഞപ്പോഴും എതിർത്തില്ല. എതിർത്തില്ല. താങ്കളുടെ കഴിവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. മദ്യപിച്ചപ്പോൾ ഇവിടെയൊക്കെ വിജയമായിരുന്നോ പരാജയമായിരുന്നോ ഒരു തിരിഞ്ഞുനോട്ടം നടത്താൻ പ്രേരണ നൽകി. ഇത് ശരിക്കും എൻ്റെ കണ്ണ് തുറക്കാൻ സഹായിച്ചു. മദ്യപാനം ഒരു ദിന പ്രോഗ്രാമിലൂടെ തുടർന്നുള്ള സുബോധ ജീവിതത്തിന് എന്നേക്കാളൊരു വലിയ ശക്തി, ഞാനതിനെ അള്ളാഹു എന്ന് വിളിക്കുന്നു. ആ വലിയ ശക്തിക്ക് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കാൻ രണ്ടാമത്തെ പടിയിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് ഞാൻ കോളേജ് പോകാതെ പിന്നെ ഹൈസ്കൂളിൽ പോകാതെ ഞാനൊരു സാഹിത്യകാരൻ, സാഹിത്യം അറിയുന്നവൻ എന്നൊരു അഹങ്കാരം എന്ന് എനിക്ക് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഹരമായിരുന്നു. അങ്ങനെ ചിന്ന ഭിന്നമായി പോയൊരു ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു കണിക പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന വലിയ ശക്തി എന്നെ സുബോധവാനാക്കാൻ ആകൂ എന്ന് കരുതാൻ തുടങ്ങി. അത്ഭുതകരമായ രീതിയിലാണ് ആ ശക്തി എന്നിലേക്ക് കടന്നു വന്നത്, ദൈവമായി കടന്നു വന്നത്. അതെ, അത് തന്നെയാണ് സത്യം. ജീവിതത്തിൽ ഒരു കാലത്തും ഒരാൾക്കും ഇതുവരെ നേടിയെടുക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ചു തരാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ മുമ്പും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു, ആരാധനാകർമ്മങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എല്ലാ റംസാൻ മാസവും നോൽപ്പോർക്കും 30 ദിവസത്തെ വ്രതം കഴിഞ്ഞ് വെള്ളിയാഴ്ച പെരുന്നാളിൻ്റെ അന്ന് ബോധമുണ്ടായിരുന്നില്ല. ഇന്ന് ആൽക്കോഹോളിക്സ് അനോണിമസിലൂടെ ഞാൻ ദൈവത്തെ കണ്ടെത്തുകയും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. വിശ്വസിക്കാനും ആശ്രയിക്കാനും പഠിക്കുക എന്നതാണ് കൂട്ടായ്മ എന്നോട് പറഞ്ഞത്. ഞാൻ ഇന്നൊരു അത്ഭുതമാണ് എന്ന് റേഡിയോ റിഫ്ലക്ഷനിൽ പറഞ്ഞ മാതിരി ജീവിതക്കുന്ന അനേകം പേർക്ക് നേടിക്കൊടുത്ത ആ മഹാത്ഭുതം അതെൻ്റെ ജീവിതത്തിൽ ഒരു അടിത്തറയ്ക്ക് രൂപം നൽകി. ഞാൻ അടിത്തറ പാകി പണിയണമെങ്കിൽ പ്ലാൻ വരക്കണം, സിമൻറ്റ് വേണം, പൂഴി വേണം, കല്ല് വേണം, ഇതിനൊക്കെ പണവും വേണം. സഹായത്തിനായി എത്തി ആദ്യമായി കനത്തൊരു കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിക്കുന്ന പോലെയാണ്, അതിൻ്റെ മുകളിലാണ് വീട് പണിയേണ്ടത്. ഈ പ്രോഗ്രാമിലൂടെ മദ്യപാനം നിർത്തുക എന്നത് തന്നെ ഒരു കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിക്കുന്ന പോലെയാണെന്ന് ദൈനംദിന മനങ്ങളിൽ നിന്നൊക്കെ വായിച്ചുകൊണ്ടും അതെല്ലാം തുല്യമാണ് എന്നും, കോൺക്രീറ്റ് സ്ലാബിന് മുകളിൽ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു കവചമില്ലാതെ ജീവിക്കുക എന്നത് പ്രയാസമാണ് എന്നും, അതുകൊണ്ട് അടിത്തറമേൽ മുറി പണിയാൻ ശ്രമിച്ചപ്പോൾ പ്രോഗ്രാം പരിഷ്കരിക്കുന്നതിലൂടെ ആണ് ഇത് ചെയ്യേണ്ടതെന്നും, ആദ്യത്തെ മുറി ബലഹീനമാണെന്നും, കാരണം ജോലി ചെയ്യുന്ന ശീലം എനിക്കില്ലായിരുന്നു എന്നും, എന്നാൽ സമയത്തിൻ്റെ പുരോഗതിയിൽ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ എങ്ങനെ ഭംഗിയുള്ള വീടുകൾ നിർമ്മിക്കാമെന്ന് ഞാനും പഠിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ പരിശീലിക്കുന്നതിനനുസരിച്ച് കൂടുതൽ പൂർണ്ണതയുള്ള വീടുകൾ നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ താമസം തുടങ്ങി. ശേഷം പിന്നീടാവാം.